അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത ബിഷപ്പ് അറസ്റ്റിലായി. ഇവാഞ്ചലിക്കൽ സഭാ ബിഷപ്പ് സന്തോഷ് പി ചാക്കോയാണ് പിടിയിലായത്. ഏപ്രിൽ ഒരു 20-ാം തീയതിക്ക് ശേഷമാണ് ആളെ, ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. ഈ കോട്ടയത്ത് ബേക്കർ ജംഗ്ഷനിൽ വെച്ചാണ് കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ US അല്ല കാനഡ എന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ സാലറി വാഗ്ദാനം ചെയ്താണ്. 12 ലക്ഷം രൂപയാണ് മൊത്തം ചിലവ് പറഞ്ഞിരുന്നത്. 12 ലക്ഷം രൂപയിൽ ആദ്യം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 6 ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 20-ന് ശേഷം മെയ് 3-ാം തീയതി പാസ്പോർട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. അന്ന് നമ്മുടെ സിമൻറ്റ് കോലയിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങി. അപ്പോൾ അതിനുശേഷം ഒരു മാസമായിട്ടും വേറെ നമുക്ക് ഇത് പോകുന്നതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതായത് പണം അടച്ചെന്ന് പറഞ്ഞ റെസിപ്റ്റ് ചോദിച്ചു, അത് കിട്ടുന്നില്ല. പിന്നെ ഓൺലൈൻ സ്ക്രീൻഷോട്ട് ചോദിച്ചു, അതൊന്നും തരുന്നില്ല. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ടെലിഫോണിൽ ചേരുന്നു. ടോബി, ഒരു ബിഷപ്പിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഒരു തട്ടിപ്പ് വാർത്ത വരുന്നത് നമുക്ക് തന്നെ വായിക്കും ഒരു സുഖക്കുറവ്. വിവരങ്ങൾ പറയും. തീർച്ചയായിട്ടും അല്പം സുഖക്കുറവുള്ള ഒരു വാർത്ത തന്നെയാണ്. മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അയാൾ സ്വന്തം സഭ രൂപീകരിക്കുന്നു എന്നുള്ള ഒരു വിവരമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സ്വരൂപിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അമേരിക്കയിൽ 4 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഈ വ്യക്തിയുടെ കയ്യിൽ കൊച്ചി സ്വദേശിയായ അഭിൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ ഇയാൾ കൈപ്പറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് വിസയോ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാതെ വന്നപ്പോഴാണ് ഈ ആളുകൾക്ക് പണം നൽകിയ വ്യക്തിക്ക് ഒരു സംശയം തോന്നുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അങ്ങനെ ചിങ്ങവനം പോലീസിൽ ഒരു പരാതി നൽകുകയും ചിങ്ങവനം പോലീസ് കേസെടുക്കുകയും തുടർന്ന് ഈ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. മറ്റ് പലരിൽ നിന്നും സമാനമായ രീതിയിൽ ഈ ബിഷപ്പ് പണം സ്വരൂപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് ബിഷപ്പ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.